Assalamualaikum, welcome back to my channel. ബോഡി എന്റെ ഒച്ച നിങ്ങൾക്ക് മാത്രല്ല അവന് പോലും കേൾക്കാൻ പറ്റൂല, എന്റെ മോൻ പോലും കേൾക്കാൻ പറ്റൂല, അത്രക്ക് വേണ്ടായിട്ടായോ എന്റെ ഒച്ച. ഗൈസ്, അപ്പോ പച്ചപ്പാത്രക്ക് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉറങ്ങിയാ റെഡി ആയിരിക്കണാണ്. അപ്പൊ എന്താണ് ഇന്ന് വിശേഷം? പറയപ്പോ എന്താണ്? എന്റെ മോൻ ഉണ്ടല്ലേ ഫുൾ ഫ്രീ ഡ്രസ്സൊക്കെ. ചിപ്പ് അജിത്തയുടെ മോള് ചിപ്പ് കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഇന്നലെ ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിപ്പ് കൊണ്ടുവന്ന ഡ്രസ്സാണ് എന്റെ ബേബിക്ക്. കണ്ണിലെന്താ പൊടി. അപ്പൊ നമ്മളെല്ലാരും ഇന്ന് റെഡി ആയിട്ട് ഒരു കാര്യമായ കാര്യത്ത് സോനു എല്ലാം തെറ്റുണ്ട്. പറ സോനു ഇന്നെന്താ എട്ട് മെഴുകണം കണ്ടില്ലേ? ഞാൻ എപ്പോഴും ചോറുണ്ടപ്പോ കൈക്കൊല്ലെന്ന് ചോദിച്ചു. എന്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിക്കാതെ വെട്ടി മെഴുകുന്ന നിങ്ങൾ സുഹാനി തന്നെ തനി സ്വഭാവം കണ്ട നിങ്ങൾ നെട്ടു. ഗൈസ്, എന്നോട് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞവളാണ് ഇവള്. ഞാൻ വന്ന് ഫുഡ് കഴിച്ചപ്പോ പറയണ സംസാരം കേട്ടില്ലേ? അവൾക്ക് വേണ്ട. അവളെ നീ ഫുഡ് കൊടുക്കണായിരുന്നില്ലേ? ഞാനെപ്പോഴും ഫുഡ് കൊടുക്കണായിരുന്നു ഡ്രസ് ഒന്നപ്പോ. അപ്പോ നമ്മളൊക്കെ റെഡി ആയിട്ട് എന്താണ് ഇന്ന് സംഭവം? എന്താ പറ. നമ്മളെക്കാൾ മുമ്പ് നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം? എന്താ സംഭവം? സുമി ചോറിനെ കാണിക്കുന്നില്ല. സീറ്റ് ഇട്ട് കൊടുക്കട്ടെ മുതലാളിക്ക്. വിശേഷം ഗർഭിണിയാണ്. ന്യൂസ് വരീടി. അപ്പൊ പറ, നമ്മൾ ഇന്ന് സൈഗു ഡ്രസ്സൊക്കെ മാറി പഠിച്ചോണ്ടിരിക്കണത് നല്ല കുട്ടിയായിട്ട്. സൈഗു എന്നെ പോലെ നല്ല പഠിപ്പിച്ചിട്ടാണ്, ഇവരെ പോലെയല്ല. പറഞ്ഞോണ്ട് അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ടുഡേസ് 24th സെപ്റ്റംബർ, അതായത് നാളെ ഇപ്പൊ 11/6 ഗൈസ്, 11/7. അപ്പൊ നാളെ 25th സെപ്റ്റംബർ 25th നമ്മുടെ മുതലാളിയുടെ എത്രാമത്തെ ബേർഡ് അത് സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ ഗൈസ്. 18. നമുക്ക് പോലും അറിഞ്ഞൂടാ. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റോ? സ്വന്തം ഭാര്യമാർക്ക് അറിഞ്ഞൂടാ. എന്നിട്ടാണ് അപ്പൊ എന്നെ കണ്ട 18 പറയും, നിന്നെ കണ്ട ഒരു 34 പറയും. അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് അജീത്ത നേരത്തെ തന്നെ എത്തി. പിന്നെ അത്ര അജീത്ത ഇല്ലാത്ത ബർത്ത്ഡേ ഇവിടെ ഇല്ല. അതെ, പറസോനോ എന്തെങ്കിലും വിശേഷം? ക്യാമറ വളർന്നിരിക്കല, നീ മര്യാദ ഇരിക്കണേ. അവിടെ എന്താ ബാക്കി എന്താ പ്രായം കുറക്കാൻ വേണ്ടിയാണോ? ആ സുമിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അല്ല, സുമി മിണ്ടിയത് നേരെ കേട്ടു ഇവിടെ എല്ലാരും, അതുകൊണ്ട് സുമി മിണ്ടാതിരിക്കുന്നത് നല്ല പാവം. അപ്പൊ തിരിച്ച് ഇങ്ങനെ പിടിക്കേ, നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ തിരികെ. അപ്പൊ എനിക്ക് വിശന്നിട്ടാന്ന് അറിഞ്ഞൂടാ ഇത്ര ഞാൻ സംസാരിച്ചോണ്ടിരിക്കണം. സുണൈന എവിടെ? സുനു റെഡിയാൻ വേണ്ടി റെഡി. അപ്പൊ ഇപ്പൊ 11:10 നമ്മളെ വീട്ടില് ആരുടെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ 12 മണിക്ക് ഒരു കേക്ക് കട്ടിങ് ചടങ്ങ് അല്ല ഉള്ളത്. ഒരു വ്ളോഗിലെങ്കിലും എന്റെ മുടിനെ പറ്റി പറയാത്തില്ല, അതുകൊണ്ട് ഞാൻ മുടിയാണ് കൂടുതലായിട്ട് കെയർ ചെയ്തോണ്ടിരിക്കണേ. നമുക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഹെയർ സ്റ്റൈൽ, അതുകൊണ്ട് ബേബി മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. അതെ, ഞാന് നാച്ചുറൽ മതി. അല്ല, ഇത് നാച്ചുറൽ. എല്ലാരും സ്ട്രൈറ്റ് കണ്ടിട്ട് എന്റെ പപ്പ പോലും വിചാരിച്ചു നിങ്ങളെ പോലെ എന്താ ചെയ്തേക്കണ മുടി. ഇത് കേരള ആക്കിയതാണോ എന്നൊക്കെ അത് കൊള്ളാം. എന്റെ ഞാൻ മുമ്പെന്ന് പറയാൻ സ്ട്രൈറ്റ് ആണല്ലോ. ഞാൻ വിചാരിച്ചിട്ട് ഇത് മതി, ഇനി സ്ട്രൈറ്റ് ഒക്കെ ചെയ്ത ഉള്ള മുടിയൊക്കെ പോയിച്ചു പോകും. അതിനെക്കാട്ടി നല്ല നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കണത്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് 12 മണിക്ക് കേക്ക് കട്ടാക്കിട്ട് എന്താണ് പരിപാടി? എന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പൊ നാളെയോ? നാളെ എന്താ? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്റെ മോന്റെ അപ്പോ ഇന്ന് ചോറ് കറി എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബുഫെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് കാണിച്ചു തരാം. തീർന്ന് ഒന്നുമില്ല, കാണിക്കാം. കഴിച്ചു കഴിഞ്ഞു.
ചോറ്, പയറ്, മീൻ പൊരിച്ചത്, മീൻ മീൻകറി, പൊരിച്ചത്, ക്യാബേജ് ക്യാബേജ്, അച്ചാറ്. അച്ചാർ. നല്ല കറിയായിരുന്നു. അതെ, നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. പറയൂ ഒന്നുകൂടെ, എല്ലാവരും പറയൂ. കൊള്ളാം, അല്ല കൊള്ളാമെങ്കിൽ കൊള്ളാം, അത്രേ ഉള്ളൂ. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഞാനും കഴിച്ച് ഈവനിങ് ടൈമിൽ നല്ലോണം കഴിച്ചു. അപ്പൊ നമ്മളെപ്പോഴും മുളക് ചാറാണ് വെക്കണേ. ഇന്ന് വെറൈറ്റി ആയിട്ട് തേങ്ങ ഒക്കെ എടുത്ത് പാല് കഴിച്ചിട്ട് വെച്ചത് നല്ലതായിരുന്നു. അപ്പോ ഫ്രൈ പിന്നെ അറിയാലോ, ബിബി ഫാമിലിയുടെ ഫ്രൈ, അത് എല്ലാവർക്കും ഒക്കെ പൊട്ടി പറഞ്ഞില്ല. അപ്പൊ കുളവാന്ന് അറിഞ്ഞൂടാ, അത് കുളവാവണ വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ. ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ് തവ ഫ്രൈ. ഞാൻ മീൻചാറായപ്പോ തന്നെ എടുത്ത് ചോറ് കഴിച്ചു. എനിക്ക് നല്ല വിശപ്പായിരുന്നു നേരത്തെ. ഇപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പൊ ഇൻഷാല്ലാ കഴിക്കണം. എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കാതെ ഒരു കഴിക്കാൻ ഒരു ഇതില്ല, അതാണ്. ഇപ്പൊ 2-3 കാര്യങ്ങൾ മൈൻഡിലുണ്ടായിരുന്നു. 1 by 1 എല്ലാം നടത്തിക്കൊണ്ട് വന്നാണ് ഞാൻ. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ഇനി കേക്കട്ടാക്കി നമുക്ക് തിരിഞ്ഞുറങ്ങാം അല്ലേ? 12 മണിയാവാൻ ഇനി കുറച്ചേ ഉള്ളൂ. ഇനി ഒരു 40-50 മിനിറ്റും കൂടെ ഉണ്ട്. ആൻഡ് ടെൽ മീ ഇത്ര വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ ലൈഫിൽ. എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാൻ നീ എനിക്ക് ടാസ്ക് തരാൻ വേണ്ടിയാണോ ക്യാമറ വെച്ചിട്ട് എന്റെ അടുത്ത് ചോദിക്കണേ ഇങ്ങനെ പറയും. അന്നങ്ങനെ പറഞ്ഞു, നിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. പറയൂ. എന്റെ പോട്ടെ ചോദിച്ചാൽ ഹെസിറ്റേറ്റ്. എനിക്ക് എന്ത് ടാസ്ക് ആണല്ലോ ഹെസിറ്റേറ്റ് ചെയ്യൂല. നിങ്ങൾക്ക് ഇത് ടാസ്ക് അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര വർഷങ്ങളായി അതില് അപ്പ് ഡൗൺസ്, ഹാപ്പി, സാഡ്, സോറസ്, ഹാപ്പിനെസ്, അങ്ങനെ കുറെ ഉണ്ടാവും. അപ്പൊ ചെറുതായിട്ട് ഒരു കുഞ്ഞു വേർഡ്സിൽ പറയുകയാണെങ്കിൽ അത് പറയൂ. എന്താ ഒരു ഇത് മോട്ടിവേഷൻ അല്ല, മോട്ടിവേഷൻ നമ്മൾ വലുതായിട്ടില്ല, പക്ഷെ ഒരു വാക്കുകൾ നമ്മളെ ആദ്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷം ജീവിച്ചു തന്നെ പടച്ചോനോട് മെയിനായിട്ട് നന്ദി പറയണം. അൽഹംദുലില്ലാ അല്ലേ? മെയിനായിട്ട് പറയേണ്ട അതാണ്. പിന്നെ എന്റെ വാപ്പാന്റെ ഉമ്മയും അവരിപ്പോ ജീവനോടെ ഇല്ല. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ബർത്ത്ഡേ ദിവസം നമുക്ക് ഓർമ്മ വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പാരന്റ്സിനെ ആയിരിക്കും. അപ്പൊ എന്താ പറയാ, അവരുള്ളത് കൊണ്ടിട്ടാണ് ഞാനിന്ന് ഈ ഭൂമിയിൽ ഈ രണ്ടെണ്ണത്തിനെ കെട്ടിയിട്ട് ഞാൻ എന്റെ മക്കളെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചിട്ടിരിക്കുന്നത്. എന്റെ വാപ്പായും ഉള്ളതുകൊണ്ട്. അപ്പൊ അവര് മരിച്ചുപോയി. അപ്പൊ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരുടെ ദുആ ഈ ഒരു എന്റെ ബർത്ത്ഡേ ഈ ഒരു ടൈമില് പ്രത്യേകിച്ചും, ഇടക്കൊക്കെ ഉണ്ടാവും എന്നറിയാം, പലരും ദുആരൊക്കെ നമുക്ക് ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് വാപ്പനുമാരുടെ ഖബറിലേക്ക് എത്തട്ടെ എന്ന് മെയിനായിട്ട് അത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, കേക്ക് കട്ടിങ്ങും മറ്റേതും മറിച്ചതൊക്കെ. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പാരന്റ്സിനെ ഓർക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ലൈഫ് അക്കോർഡിംഗ് ടു യു? ഇത്ര ഇയേഴ്സ് ജീവിച്ചില്ലേ, അപ്പൊ പറ, വാട്ട് ഈസ് ലൈഫ്? ഇത്ര വർഷത്തില് നിങ്ങളെ ഒരു ഡെഫിനേഷൻ, വാട്ട് ഈസ് ലൈഫ് അക്കോർഡിംഗ്? ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു മനുഷ്യൻ ജീവിച്ച് പിന്നെ അവരുടെ മരണം വരെ പലതും അനുഭവിക്കാനുണ്ട്. നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെൽഫായിട്ട് മനസ്സിലാക്കാനുണ്ട്. അത് അനുഭവിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കയറ്റം ഇറക്കങ്ങളെല്ലാം അനുഭവിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് പല സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വീണു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് വീണ്ടും മുകളിലേക്ക് വരാനുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ട്. പോണാ ചോദിച്ചിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് ജീവിതത്തിൽ. അത് ഓരോ വർഷങ്ങൾ എന്തോറുള്ളൂ നമ്മളിങ്ങനെ പഠിച്ചു വരുള്ളൂ എന്താണ് ലൈഫ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ലൈഫ് അക്കോർഡിംഗ് ടു യു. അപ്പൊ ലൈഫിൽ ഏറ്റവും പേടിക്കുന്ന ഒരു സംഭവം എന്നാണ്, ലൈക്ക് ഞാനെന്ന് പറയാം. ഇപ്പൊ എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ലൂസിങ് മൈ ഫാമിലി, ഐ കാന്റ് ലീവ് വിത്ത് യു ഗൈസ്. സെയിം ആണ്. വാട്ട് ഈസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് നിങ്ങൾക്ക് ലൈഫിൽ? ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്. ഇനി മുതൽ സോളോ ട്രിപ്പ് ഇല്ല, ക്യാൻസൽ. അത് വേറെ വിഷയം. അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ് ആണെന്ന് പറയുന്നില്ലല്ലോ. അത് ഞാൻ ഒറ്റക്ക് പോകുന്ന കാര്യമില്ല അല്ലേ? അത് ഭയങ്കര സന്തോഷമില്ല, എന്താണ് ഭയങ്കര സങ്കടം അങ്ങനെ ഒറ്റക്കൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പൊ ഇന്ന് മുതൽ അത് ക്യാൻസൽ ആണ് ഗൈസ്. അപ്പൊ നിങ്ങളെ ബർത്ത്ഡേ ആയിട്ട് ഞാനും സോറിന് ഒരു ഓഫർ ചെയ്യണതാണ് നിങ്ങൾക്ക്. എന്താണ് ഓഫർ? ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ല, ബിക്കോസ് പോകാനൊരു ടൈമില്ല, നിങ്ങൾക്ക് സർപ്രൈസും താല്പര്യം. എനിക്ക് താല്പര്യം. അതുകൊണ്ടിട്ട് ഞാനും സോറ് തന്നെ ഇപ്പൊ നെറ്റും തോന്നുന്നു ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ ഓഫർ ചെയ്യുന്നതാണ്. അതും നോർമൽ നിങ്ങൾ പോണ പോലെ ലോക്കൽ ഫ്ലൈറ്റ് ഒക്കെ പിടിച്ചിട്ടല്ല, മനസ്സിലായില്ലേ? ഒരു ബിസിനസ് ക്ലാസ്സിൽ നിങ്ങൾ വിടാൻ പോകണം. എവിടെ പോകണം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പേയ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തു. ഭയങ്കര എനിക്ക് അത്ര പൈസ ചെലവാക്കി പോകണ്ട. ഞാൻ സാധാരണ എക്കണോമിയിൽ ചെറിയ ചെലവിൽ ചെയ്യുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ക്രിഞ്ച് ഫീൽ
തോന്നിയില്ല, ഒരു മാസമായിട്ട് ചെയ്യണമെന്നാ ഞാൻ വിചാരിച്ചു. ക്രിഞ്ചായി പോയി. ചെയ്തോളൂ ബേബി, ആക്സെപ്റ്റ് ചെയ്യും. വേണ്ട എന്തായാലും വേണ്ട. പൈസ കയറി പോണത് ആളുടെയാണ്. അപ്പൊ ആള് നോക്കി കണ്ടേ അതെ ഞാൻ ചെറിയ ചെലവിലൊക്കെ പോയിട്ട് വന്നു. അല്ല, ഇത് ഞാൻ ഭയങ്കര മാസമായിട്ട് പറയാൻ പോയതാ ബേബി, അന്ന് നമുക്ക് ഓഫർ ചെയ്ത പോലെ. പക്ഷെ അത് എനിക്ക് തന്നെ ഉള്ളിലൊരു വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. അല്ല, ഇതെല്ലാം പ്ലാൻ ചെയ്യണല്ലേ ബിസിനസ് ക്ലാസ്? അല്ല, ബിസിനസ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും പോവും, അത്രേ ഉള്ളൂ. ഒരു എക്സ്പീരിയൻസ് ആവാൻ. ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ സാധാരണ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് മാക്സിമം എക്സ്പെൻസ് കുറച്ചാണ് ഞാൻ പോവാറുള്ളത്. ഞാൻ ട്രാവൽ ചെയ്യാനൊക്കെ. അല്ല, ഞാന് വിയറ്റ്നാം പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഹോസ്മിൻ സിറ്റിയിലാണ് പോയത്. ഞാൻ നെക്സ്റ്റ് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഹനോയിൽ പോകണം. വിയറ്റ്നാമിൽ തന്നെ പോവാ. ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. എനിക്ക് അവിടെ ആയിട്ടാണ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലായിട്ടുള്ളത്. ഹോസ്മിൻ സിറ്റി എന്ന് പറയുന്നത് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പൊ ഹനോയിലും കൂടെ പോയതിനു ശേഷമുള്ളൂ ഞാൻ ഇനി ബാലി പിടിക്കുന്നത്. ലോട്ട്സ് ഓഫ് പ്ലാൻസ്. അപ്പോ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് അല്ല, എവറി ഡേ വിൽ പ്രേ ഫോർ യു, അത് വേറെ വിഷയം. പക്ഷെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ പ്രൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഹലാലായ കാര്യങ്ങളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അല്ല ആമീൻ. അതെപ്പോഴും വരക്കണം, ബർത്ത്ഡേ ആയിട്ടൊന്നുമല്ല. എപ്പോഴും തോർക്കാം, അതല്ലേ പറഞ്ഞു. സ്പെഷ്യൽ ആയിട്ട് whatever you wish, അതെല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ. because you are a gentleman. We wish you a birthday in advance. താങ്ക് യു. ഇനിയും ബർത്ത്ഡേക്ക് ടൈം ഉണ്ട്. ഒരു 43 മിനിറ്റ് കൂടെ. ആ ഒരു ഗ്യാപ്പില് ഞാൻ പെട്ടെന്ന് ചോറ് കഴിക്കാം. സ്പെഷ്യൽ ഇങ്ങനെ വളർന്നോണ്ടിരിക്കണം. ഒന്നും കഴിച്ചിട്ട് ഫിനിഷ് ചെയ്തില്ലല്ലോ. തിന്ന് കഴിഞ്ഞില്ലല്ലോ, ഇനി കുറച്ച് ചോറ് കൂടിണ്ടേ. കഴിഞ്ഞിട്ടില്ലെന്ന് കണ്ടില്ലേ? വർത്താനം പറയണതിന്റെ ഇടയിൽ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കണത് അതൊരു അയ്യോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അല്ലേ? അതൊന്നുമില്ല. നമ്മൾ എന്തോരം പ്രാവശ്യം നമ്മൾ ഇതങ്ങനെ അത്ര വലിയ സീരിയസ് ഒന്നുമില്ല. അങ്ങനല്ല, ഞാനത് നോക്കാറൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ നമ്മ ലൈഫിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കണല്ല. അപ്പൊ ഞാനിങ്ങനെ സോനു മറ്റേ ഞാൻ പ്രകാശനല്ലത് ഞാൻ ഇപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ ആലോചിച്ച് കേട്ടോണ്ടിരിക്കണായിരുന്നു. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയതാ. കുറച്ചോടും കൂടി ഇടും ഞാൻ. അപ്പൊ ഗൈസ്, ബർത്ത്ഡേ ആയിട്ട് നാളത്തെ വ്ളോഗ് എനിക്ക് മഷു വിട്ട് തരാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നാളത്തെ വ്ളോഗ് എന്തെങ്കിലും മഷു എന്തെങ്കിലും നോക്കണ്ട. ബർത്ത്ഡേക്കാരനെ ബർത്ത്ഡേക്കാരന്റെ ചാനലല്ലേ പോണ? ഞാൻ എന്റെ ചാനലിൽ നാളെ രാവിലെ ഞാൻ വ്ളോഗ് ചെയ്യും ഗൈസ്. അപ്പൊ ഇതിന് ശേഷമുള്ള വ്ളോഗ് എന്റെ ചാനലിലായിരിക്കും. അപ്പൊ എല്ലാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ബർത്ത്ഡേക്കാരന്റെ ചാനല് ഒന്നും കേട്ടില്ല. എന്തായാലും സോന ഫുഡ് കേട്ടു. ചെറിയ ഗ്യാപ്പിൽ ഓടി വന്നിട്ട് ഫിനിഷ് ചെയ്ത് കഴിച്ചു. ഫിനിഷ് ചെയ്ത് ഓരോ കേട്ടില്ല. കട 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 പറയും. അപ്പോഴും സോന് കഴിച്ച് തീർന്നിട്ടില്ല. കൊറേ നേരം വിഷമിരിക്കണം. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്ത കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര എരിവ്, പക്ഷെ കൊടുക്കത്തെ ടേസ്റ്റ്. വന്നേക്കണം നമ്മുടെ മോൾ റെഡിയാണ് അല്ലേ? അവളും വിഷമിരിക്കണേ, പക്ഷെ ചോറ് കഴിക്കാതെ കേക്ക് കഴിക്കാൻ വേണ്ടി. ഞാൻ ഇനിയും ഉണ്ട് 1 മണിക്കൂർ കഴിക്കാൻ വേണ്ട. അവർക്ക് ഇഷ്ടമുള്ള കേക്കാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത്. ബർത്ത്ഡേ ഡാഡാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഓർഡർ ആക്കി. അത്രേ ഉള്ളൂ. ഡാഡൊക്കെ സർപ്രൈസ് ആണ്, പറയണ്ട. ഡാഡനൊരു ഷൂട്ട് ചെയ്തു. ഡാഡക്ക് സർപ്രൈസ് നല്ല അച്ചാറിന് മണക്കുന്ന പീസൊക്കെ കഴിച്ച് തീർന്നു. കഴിച്ചു സോനു സെക്കൻഡായി, തേർഡായി, ഇത് ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ ഇവിടെ മറ്റേ തീറ്റ മത്സരം നടക്കണേടാ. അല്ല എന്റെ ചാനലിൽ നമുക്ക് കിടലായിട്ട് നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. ആരിത് പറയണത് നോക്കട്ടെ. എല്ലാവരുടെ ചാനലിലൊക്കെ പറയണം ഒരാൾ അല്ല നീ ചെയ്യണല്ലോ. എന്നിട്ട് ചെയ്യണം. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു, പക്ഷെ പാളിപ്പോയി. ഇരുട്ടത്തിരുന്നിട്ട് ചെയ്തു. കാണില്ല വ്ളോഗിൽ. അതുകൊണ്ട് പിന്നെ മനസ്സെത്തു. പിന്നെ ഇനി മനസ്സ് ഉണരണം. ഉണരൂ. തീർന്ന്. ഇനി പ്ലേറ്റ് കഴുകണ്ട, എടുത്തും കൂടെ മടക്കി വെച്ചാൽ മടക്കി അമർത്തി വെച്ചാൽ. ഗൈസ്, അങ്ങനെ അടിപൊളി
ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ ഹാളിൽ ഇരിക്കുന്നതാണ്. ഇനി ഒരു 5 minutes ഉള്ളൂ. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുക്കാം. നല്ല കേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. നമുക്കിത് സെറ്റാക്കിയിട്ട് വേണം കൊണ്ടുപോവാൻ അങ്ങോട്ട്. ഓക്കെ, ക്യാമറ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, സോനും ഞാൻ ടൈം നോക്കിക്കൊണ്ടിരിക്കും. 3 ഉണ്ടോ? ഓ മൈ ഗോഡ്, 3 minutes. എബു ഉണ്ടല്ലോ റോഡിൽ നടക്കണ. 3 minutes ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണോ ഗൈസ്? ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് 3 minutes പോലെ ഇല്ല കേട്ടോ ടൈം. ഈ കേക്ക് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. 57, 58, 59. അപ്പോൾ ഇവിടെ വെക്കാനായിരിക്കും നല്ല. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ നമുക്ക്. യെസ് ഗായ്സ്, ഇറ്റ്സ് ടൈം. സോനോ 59. ഇപ്പൊ തന്നെ പോവാ. ടൈമോ പിടിച്ചോ, എങ്ങനെ പിടിച്ചോ. ഇങ്ങനെ. യെസ്, ഇങ്ങനെ ഓടിക്കോ. 1 2 3 go. Happy birthday to you. Happy birthday to you. Happy birthday dear. എന്താ പറയണ്ടേ? കെട്ടിയൊരു പേരറിയില്ലേ? അല്ല, ഡാഡാ ബീബി ബേബി എന്തൊക്കെയാണ്. ഡാഡിയുടെ ബർത്ത്ഡേ. ഹാപ്പി 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 ബർത്ത്ഡേ. ഞാൻ പോണേ കേൾക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. കുഞ്ഞി ദാദത് ബർത്ത്ഡേ കുഞ്ഞി ഒന്ന് പൊക്കിയ സോനോനെ. എടുക്ക. അതാ ഞാൻ എന്നെ ഇങ്ങനെ എടുക്ക. ഡാഡിയുടെ ഹാപ്പി ബർത്ത്ഡേ നീ കാണൂലേ ടിവിയിലൊക്കെ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. വാ, വാ, വാ. വാ, സൈഗു പാടും. ആ, സായി പാടിക്കോ. പാടിക്കോ. കുറച്ചെല്ലാം കൂടെ തിന്നില്ലേ? അങ്ങനെ കൈയടിച്ച് തങ്കു പാവ ഈ കൊച്ചു ബർത്ത്ഡേക്ക് വേണ്ടി ഉറങ്ങാതെ ഇരിക്കുന്നു. എന്താ ബ്രോ എന്ന് പറഞ്ഞത്? കട്ട് ചെയ്തോ? നിക്കേതായാലും കട്ട് ചെയ്തോന്നാ താങ്ക് യു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് കേട്ടോ സോനിയോന് ബർത്ത്ഡേ ഒക്കെ എന്താന്ന്. അവന്റെ ബർത്ത്ഡേ എന്ന് അവനെ അറിഞ്ഞൂടാ ബർത്ത്ഡേ എന്താ സംഭവമാണ്. ഇപ്പൊ മാസം മാസം കേക്കത്തായത് കേക്ക് കെട്ടി എല്ലാവർക്കും അറിയാം. ഇഷ്ടായോ കേക്ക്? ഇഷ്ടായോ? ഡാഡ് കട്ട് ചെയ്യുമ്പോ എന്താണ് ഡാഡിയുടെ ബർത്ത്ഡേ, അത് ഉമ്മി കട്ട് ചെയ്യുമ്പോ ഉമ്മിയുടെ ബർത്ത്ഡേ. അങ്ങനെ എന്നാ വാങ്ങിച്ചോ, കൈ പിടിച്ചോ. കൈ പിടിച്ചോ. ടിഷ്യൂ പിടിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആക്കി കൊടുത്തോ. ശിവാജി ബ്രോ അങ്ങടെ ഉള്ളങ്ങടെ എടുക്ക. ഒരു ഉമ്മ. ഒരാളെങ്കിലും മനസ്സറിഞ്ഞ നമുക്ക് നാളെ കേറാൻ എങ്ങടെ ഹാപ്പി ബർത്ത്ഡേ
താങ്ക് യു. ഞാൻ തുടക്കം കൊടുത്തപ്പോഴാണ് ഹോൾസെലൊപ്പം ഞാനറിയില്ല പറഞ്ഞു. ഞാൻ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. ഞാൻ തന്നെ സോറി ബാക്ക് അടിക്കണം. അയ്യോ ബാക്ക് അടിക്കണേ. ഓ ശരി. നമ്മള് ഈ പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ വീട്ടില് 6 ബേർഡ് ആണെങ്കിൽ 12 മണിക്ക് ഒരു കേക്ക് കട്ടിങ് ഇല്ലെങ്കിൽ ഒരു വൈബ് ഇല്ല. അതാണ് ഒരു വൈബ് ആക്ച്വലി നാളത്തെക്കാളും. അപ്പൊ ഇത് ഓരോ പ്ലേറ്റ് ആയിട്ട് ഇടണം. അത് സൈബിന് സഹിക്കാൻ പറ്റണില്ല. ഒരു പ്ലേറ്റ് എടുക്കണം സൈബ്. പ്ലേറ്റ് സൈബ് ഇന്ന് ബേർഡ് പാട്ട് പാടിക്കൊണ്ട് വലിയ പീസ് കൊടുക്കും. ഓ വലിയ പീസ് സൈഗോണ് ഇന്ന് ബേർഡ് പൊളിച്ചത്. അങ്ങനെയായിരുന്നോ? ഞാൻ എപ്പോഴാണ് എബുനെ കൊടുത്തു നോക്കി. ആ എബുന് ഇഷ്ടമല്ല. ഈ വയർക്കൂലായിരുന്നു അവൻ. അവനോ പൊതുവേ മധുരം ഇഷ്ടമല്ല. പക്ഷെ അവന് ഇഷ്ടമാണ് കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല കേക്കാണെന്ന്. നല്ല കേക്കാണെന്ന്. എന്നാ നമ്മുടെ വ്യൂവേഴ്സിനും എന്റെ വ്യൂവേഴ്സിന്റെ കഴിച്ചോ. എല്ലാരും കഴിച്ചു. ഓക്കെ വ്ളോഗിന്റെ ആൾക്കാരൊക്കെ പോയാ പോയില്ല, വന്നു കൈ കഴുകാൻ പോയതാണ്. അപ്പൊ പറകുട്ടി എന്താണ് പറയണ്ടത്? പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു ചെറിയൊരു കേക്ക് കട്ടിങ്? അടിപൊളി. അൽഹംദുലില്ലാ. മതി, അത്രയൊക്കെ മതി. എന്താണ് വിഷ് ബർത്ത്ഡേ ആയിട്ട്? വിഷ് അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. നല്ല സന്തോഷത്തോടുകൂടി സമ്മാനത്തോടുകൂടി എത്ര കാലം ജീവിക്കോ അത്ര കാലം ജീവിക്കാൻ പറ്റണം അല്ലേ? ഇക്കടക്കം മൈൻഡ് വെച്ചിട്ട് ഒരുപാട് ജീവിക്കും. ഞാൻ പറയരുത്. അത് കൂടെ നിൽക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. പുറത്തുനിന്ന് കാണുന്നവർക്കൊന്നും അറിയില്ലല്ലോ. കൂടെ നിൽക്കുന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളൂ. നല്ല സോണു നല്ല വിളഞ്ഞ മുത്താണുള്ളത്. നല്ലോണം പോയത് ഓർക്കണ്ടല്ല. വേണ്ടാ മതി. അപ്പൊ ഞാനൊന്ന് കൈ കിട്ടെ. യെസ് ഗൈസ്, അങ്ങനെ കേക്ക് കട്ടിംഗ് സെറമണി ഒക്കെ കഴിഞ്ഞു. എല്ലാവരും കേക്ക് കഴിച്ച് മത്തിച്ച് ഇവിടെ തന്നെ കേൾന്ന് പറയാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പൊ വരൂ സോനത്ത് വരൂ, നമുക്കൊരു ക്വിക്ക് പോയിന്റ് അപ്പ് കൊടുക്കാം. എല്ലാവരും ചേർന്ന് നിൽക്കേണ്ട. ക്യാമറ ചെറുതാണ്. എന്താണ് ഇത്? ആ ഇത് കൊള്ളാം. ബർത്ത്ഡേ ബോയ് ഇവിടെ കണ്ടില്ലല്ലോ. എന്താ നാണോക്കെ മാറിയാ? ഹൈ മൈൻ. എന്താണ് മൈൻ? ഞാനല്ലേ? യെസ് ഓൾവേസ് യുവേഴ്സ്. ഗൈസ്, അപ്പോ ബർത്ത്ഡേ ബോയ് ഹാപ്പി അല്ലേ? എല്ലാവരും ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടിട്ട് ദുആ ചെയ്യൂ. 100 വർഷം എനിക്ക് വേണ്ടിയല്ല, മെയിനായിട്ട് എന്റെ വാപ്പാക്കും മക്കും വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലേ? എല്ലാവർക്കും വേണ്ടി, നമുക്കും കുറച്ച് എല്ലാവർക്കും വേണ്ടി. അപ്പൊ നാളെ എന്തായാലും നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ പൊളിക്കാം. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ സെലിബ്രേഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനാണ്. ഒരു പാട്ട് പാടി എനിക്ക് വേണ്ടിട്ട്. എന്താണ് ഒന്നും ചെയ്യാതിരുന്ന എങ്ങനെ? ഒരു പാട്ടെങ്കിലും പാടും. ഏത് പാട്ട്? അല്ല ഈ ഇടക്ക് പുതിയ പാട്ടൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. ആ പാടിക്കോ. വൈബേഴ്സ് ആണ് ഗൈസ്. അത് സോനയോണ്ട് ശീലിപ്പിച്ച് അപ്പോ സോന എന്തായാലും പാടില്ലെന്ന് പറഞ്ഞ് പറ്റിച്ചു ഗൈസ്. നമ്മൾ എന്തായാലും ഈ വൈൻഡ് അപ്പ് ആകട്ടെ. ഉറക്കം വന്നിട്ട് പോയി ഗൈസ്. അപ്പൊ നമുക്കിനി നാളെ കാണാം. എന്റെ ചാനലിൽ കിട്ടില്ല ബ്ലോഗ് ഞാനിതാ ബർത്ത്ഡേ ബോയ്ക്ക് വിട്ടുകൊടുത്താണ്. ബിക്കോസ് നമ്മളിത് രാവിലെ തന്നെ അപ്ലോഡ് ആക്കും. അപ്പൊ എന്റെ വ്യൂവേഴ്സ് എന്തായാലും വന്നിട്ട് ഇങ്ങോട്ട് കാണും. ഫുൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. ആ കുഞ്ഞി ഉറങ്ങാതിരുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായില്ലേ? അവിടെ ഉറങ്ങുന്ന ടൈം ആയി ഗൈസ്. ഇപ്പൊ അവനെപ്പോഴും പോയിട്ട് ആ ചെയർ മറിച്ചുള്ള പരിപാടി. ആ ചെയർ മറിഞ്ഞു വീണ ടൈമില് ചെയറിന്റെ കാല് തെങ്ങ താടികടിയും എല്ലാ വൃത്തകേടവും കാണിക്കും ഗൈസ്. അവൻ എന്നെ പോലെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ്. അപ്പൊ ഞാൻ കൊറേ ആയി വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കണേ. എനിക്ക് ഈ ക്യാമറ പിടിച്ചെന്നോന്ന് അറിഞ്ഞോ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ്. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ?
അതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ യു ഗൈസ് സ്റ്റേ ട്യൂൺഡ് വിത്ത് യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. അല്ല ഇവിടുന്ന് ബൈ പറഞ്ഞപ്പോഴേ ഞാൻ നമുക്ക് ക്യാമറ ആണല്ല. ഓക്കെ വരൂ സൈഗോസുരോ ബൈ ബൈ. നാളെ എന്റെ ചാനലിലേക്ക് ഇടലും വ്ലോഗായിട്ട് വരും അല്ലേ സുരോ? അപ്പൊ അതുവരെ ബൈ ബൈ.